ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്ര ലോണിൻ്റെ ആദ്യ അടവടയ്ക്കാൻ വേണ്ടി ആകെ ബുദ്ധിമുട്ടി നടക്കുകയാണ്. അങ്ങനെ ശ്രുതിയോട് ചോദിക്കുമ്പോൾ ശ്രുതിയുടെ കയ്യിലില്ല എന്ന് ശ്രുതി പറയുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ എങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നിട്ട് കയ്യിലുള്ള വള കൂരാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ശ്രമിക്കുകയാണ്. വെറുതെ ഒരു അഭിനയം മാത്രം. ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, വേണ്ട മോളുടെ കൈമിൽ അത് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചന്ദ്ര പുറത്തേക്ക് ഇറങ്ങിപ്പോരുകയാണ്. അങ്ങനെ നേരെ ചന്ദ്രയും പാമയും കൂടി പിറ്റേ ദിവസം തന്നെ ആ ഫിനാൻസറെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എന്തായി, പണം കൊണ്ടുവന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, ഒരു 50,000 രൂപ കൊടുത്തിട്ട് പറയാണ്, ഇതുള്ളൂ ഇപ്പം എൻ്റെ കയ്യിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അയാൾ പറയുകയാണ്, ഇത് എത്രയുണ്ട് 50,000 എന്ന് പറയുമ്പോൾ 85,000 രൂപയാണ് ആദ്യം പലിശ തന്നെ വേണ്ടത്. അതിൽ 50,000 കൊണ്ടുവന്നിട്ട് എന്താ കാര്യം, ബാക്കി 35,000 ആര് തരും എന്നൊക്കെ ചോദിച്ചു. അയാളാണെങ്കിൽ നല്ല കണിശക്കാരനാണ്, കറക്റ്റ് പൈസ കിട്ടണമെന്നുള്ള രീതിയിൽ തന്നെയാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ വീടിൻ്റെ ആധാരം വെച്ച് നിങ്ങളെ വീട്ടുകാരറിയാതെയാണോ എന്നൊക്കെ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ഒന്ന് ഞെട്ടുകയാണ്. എല്ലാം അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളെ വീട്ടുകാരെല്ലാവരും ഇവിടെ വന്ന് ഈ മുദ്ര പേപ്പറിൽ ഒപ്പിട്ട് എനിക്ക് തരണം എന്നൊക്കെ ആവശ്യപ്പെടുകയാണ്. അതിനുശേഷമാണെങ്കിൽ ചന്ദ്ര പറയാണ്, ചന്ദ്രയോട് നിർബന്ധം പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് എനിക്ക് 35,000 കിട്ടണം, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് എല്ലാവരും ഈ കാര്യം അറിയിക്കും, വീട്ടുകാരോട് ഞാൻ വേണ്ട നടപടികൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ എടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ ചന്ദ്ര പറയാണ്, എന്നാൽ ശരി, ഞാൻ ഈ വള എവിടെയെങ്കിലും കൊണ്ട് പണയം വെച്ചിട്ട് ഞാൻ കൊണ്ടുതരാമെന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ഫിനാൻസർ പറയുന്നുണ്ട്, എന്തിനാ നിങ്ങൾ പുറത്ത് കൊണ്ട് കൊടുക്കണേ വള ഇങ്ങോട്ട് ഉരുത്തന്നേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനസ്സോടുകൂടി തൻ്റെ കൈമിൽ കിടക്കുന്ന 2 വള ഊരി അയാൾക്ക് കൊടുക്കുകയാണ്. അയാൾ അവിടെ തന്നെ വെച്ച് തൂക്കം നോക്കിയിട്ട് അയാൾ പറയുന്നുണ്ട്, ശരി, 35,000 രൂപ കിട്ടിയ ഒരു 350 രൂപ കൂടുതലുണ്ട്, ആ 350 രൂപ നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ബാലൻസ് പൈസ ചന്ദ്രയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ചന്ദ്ര അത് വാങ്ങി പുറത്തേക്ക് ഇറങ്ങുകയാണ്. എൻ്റെ 2 വള പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, നമ്മുടെ രേവതി വീട്ടിലേക്ക് വന്നു കയറിയപ്പോൾ സച്ചിക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ്, നീ രേവതി എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവൾക്ക് ഉണ്ടാക്കിയത്, ഇപ്പോൾ ശ്രുതി വന്ന് കയറി ഉടനെ തന്നെയല്ലേ നിൻ്റെ കൈമേലെ വളമൊക്കെ പോയത്, പിന്നെ ആധാരം നഷ്ടപ്പെട്ടു, അപ്പോൾ അത് നീ നിൻ്റെ ശ്രുതി എന്ന് പറയുന്ന നിൻ്റെ മരുമകളെ നീ കുറ്റം പറയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ഭാമ. ആ സമയത്ത് ചന്ദ്രയ്ക്ക് ഒന്നും മിണ്ടാൻ കഴിയാതെ നിൽക്കുകയാണ്. എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, എന്തായാലും ഈ വെറും കൈയോട് കൂടിയിട്ട് എന്തായാലും വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, വായോ നമുക്ക് ഇതേമാതിരത്തെ ഡ്യൂപ്ലിക്കേറ്റ് വള എവിടുന്നെങ്കിലും വാങ്ങിച്ചിടണം എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർ കാണിക്കും, വീട്ടിലുള്ളവർ അന്വേഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മുക്കുപണ്ടൊക്കെ വാങ്ങി കൈമിലിട്ടിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ആ കാര്യങ്ങൾ നമ്മുടെ ശ്രുതിയെ അറിയിക്കുന്നുണ്ട്. വള പണയം വെച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ പ്രാവശ്യത്തെ അടവടച്ചത്, ബാക്കി ഇനിയുള്ള അടവുകളൊക്കെ ശ്രുതി ഏറ്റെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്ക് ആകെ വല്ലാതെ ആവുകയാണ്. കാരണം ഇനിയിപ്പോൾ ഏതാവുന്നൊന്നും അറിയാത്ത രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതിക്ക് എത്രയും വേഗം ശ്രുതിയെ ഒരു ജോലിക്ക് പറഞ്ഞയക്കാനാണ് ശ്രുതിയുടെ തീരുമാനം. അങ്ങനെ ശ്രുതിക്ക് ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ വലിയ മടിയാണ് പോവാനായിട്ട്. അപ്പോൾ ശ്രുതി അവനെങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എനിക്ക് വേണ്ടിയിട്ടെങ്കിലും പോകണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ട് അങ്ങനെ പോകാമെന്ന് ശ്രുതി സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാറിൻ്റെ ഷോറൂമിലാണ് പോകുന്നത്, സെയിൽസ്മാൻ ആയിട്ടാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് അവരോടൊക്കെ വലിയ അധികാരത്തിലൊക്കെയാണ് ശ്രുതി സംസാരിക്കുന്നത്. അവർക്ക് ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ തീരെ താല്പര്യം തോന്നുന്നില്ല. അതിനുശേഷം ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാണ് ശ്രുതി. അപ്പോൾ അവിടുത്തെ മാനേജർ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഇതൊക്കെ ക്വാളിഫിക്കേഷനൊക്കെ ചോദിക്കുമ്പോൾ ക്വാളിഫിക്കേഷനൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളെക്കാളും കൂടുതൽ പഠിപ്പ് എനിക്കുണ്ട്, പക്ഷേ നിങ്ങളത്ര പണം ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കൊരു വിലയില്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അയാളെ താത്തി കെട്ടുന്ന രീതിയിലൊക്കെയാണ് ശ്രുതി സംസാരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ എനിക്ക് ജോലി തന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് മറ്റുള്ളവരനുസരിക്കണം, പിന്നെ എനിക്ക് എല്ലാ ജോലികളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ എന്ത് പറഞ്ഞാലും മറ്റുള്ളവരൊക്കെ അനുസരിക്കണം എന്നുള്ള രീതിയിൽ ഒരു മുതലാളിയുടെ ഒരു രൂപത്തിലൊക്കെയാണ് അവിടെ വന്ന് ശ്രുതി സംസാരിക്കുന്നത്. അങ്ങനെ അതൊന്നും തന്നെ മുതലാളിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നിങ്ങൾ നന്നായി സംസാരിക്കുന്നുണ്ട്, അത് എന്തായാലും നന്നായി, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, തൽക്കാലം ഒരു സെയിൽസിൽ നിങ്ങൾ നിൽക്കുക, അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഈ വായിലെ നാക്കുകൊണ്ട് സെയിലൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്രുതിക്ക് ഒരു ജോലി, ഒരു കാറിൻ്റെ ഷോറൂമിൽ ഒരു സെയിൽസ്മാൻ ആയിട്ട് ജോലി ശരിയാകുന്നുണ്ട്. അതിനുശേഷം അങ്ങനെ അവിടെയും ആ ജോലിയൊക്കെ പെട്ടെന്ന് തന്നെ ശ്രുതി കളയുന്നുമുണ്ട്. അതിനുശേഷം ചന്ദ്രയ്ക്ക് ശരിക്കും പാഠം പഠിക്കുകയാണ് ശ്രുതിയും. കാരണം ആ ആധാരം തുടർന്നടയ്ക്കാൻ പറ്റാതെയൊക്കെയുള്ള ഒരു വളരെ ബുദ്ധിമുട്ടൊക്കെയാണ് ചന്ദ്രയ്ക്ക് പിന്നീട് ഉണ്ടാകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്